ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും വലിയ നാണ്യവിളയായിരുന്നു റബ്ബർ. കോട്ടയത്തിന്റെ മുഖച്ഛായ മാറ്റുന്നതിൽ റബ്ബർ വഹിച്ച പങ്ക് ചെറുതല്ല. എന്നാൽ ഇന്ന് റബ്ബർ കർഷകന് കണ്ണീർ മാത്രമാവുകയാണ്. കർഷകന്റെ കണ്ണീരൊപ്പാൻ KM മാണി സാർ നടപ്പാക്കിയ വിലസ്ഥിരതാ ഫണ്ട് മാത്രമാണ് ഇന്ന് കർഷകന് ഏക ആശ്രയം. 150 രൂപയിൽ നിന്ന് 170 രൂപയിലേക്ക് അതിന്റെ അടിസ്ഥാന വില വർദ്ധിപ്പിച്ചുകൊണ്ട്, താങ്ങുവില വർദ്ധിപ്പിച്ചുകൊണ്ട് തീരുമാനമെടുത്തത് ഈ ഗവൺമെന്റാണ്. ഞങ്ങളുടെ ആവശ്യം അത് 250 അല്ലെങ്കിൽ 200 ആക്കുക എന്നതാണ്. കൃഷി ചിലവ് ദിനം പ്രതി ഉയരുന്നതോടെ കിലോയ്ക്ക് 250 രൂപയെങ്കിലും കിട്ടിയെങ്കിലേ നഷ്ടം നികത്താനാകൂ എന്നും കർഷകർ പറയുന്നു. ഇപ്പോഴത്തെ നിലവിലത്തെ ഈ ചെലവെല്ലാം വെച്ച് നോക്കുമ്പോൾ തീർത്തും കുറവാണ്. ഇത് വെച്ച് നമുക്കിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. തന്നെ വെട്ടുന്നവർക്ക് അത്യാവശ്യം പണിക്കൂലി കിട്ടുന്നല്ലാതെ നമ്മൾ ഉൽപ്പാദന ചെലവ് വെച്ച് നോക്കുമ്പോൾ തീർത്ത് അത്യാവശ്യമാണതല്ല. നിലവിലൊരു 250 രൂപ നമുക്ക് സ്ഥാനവിലയായിട്ട് കിട്ടണമെങ്കിൽ എങ്കിലേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യത്തിൽ.